ഹായ് ഗായ്സ്, അതിലാണ് സൈഡ് ഹസ്ലർ എന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്, നമ്മൾ ആദ്യം ചർച്ച ചെയ്തു എന്താണ് റിമോട്ട് ജോബിൻ്റെയൊക്കെ പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ നമ്മളൊരു വീഡിയോ ചർച്ച ചെയ്തു ഫസ്റ്റ് എപ്പിസോഡിൽ. ഇന്നത്തെ എപ്പിസോഡിൽ റിമോട്ട് ജോബ് നിങ്ങൾക്ക് നേടിയെടുക്കാൻ വേണ്ടി എന്തൊക്കെ സാധനം നിങ്ങൾക്ക് വേണം, എന്തൊക്കെ തിങ്സ് നിങ്ങളെ വേണം എന്നുള്ളതാണ്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് അറ്റ്ലീസ്റ്റ് ഒരു +2 വരെയെങ്കിലുമുള്ള വിദ്യാഭ്യാസ യോഗ്യത. ICSE, CBSE, സ്റ്റേറ്റ് സിലബസ് എന്തും ആയിക്കോട്ടെ, 10ാം ക്ലാസ്സിൻ്റെ +2 വരെയുള്ള ഒരു ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് വേണം. രണ്ടാമത്തെ പറയുമ്പോഴത്തേക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് നന്നായി കൈകാര്യം ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അതായത് ഭാഷ ഒരു പ്രശ്നമാണ്. ഇംഗ്ലീഷ് പഠിക്കാനില്ലെങ്കിൽ നിങ്ങൾ ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിന് ജോയിൻ ചെയ്യൂ, പഠിക്കൂ, അല്ലെങ്കിൽ സിനിമകൾ കാണൂ, പത്രങ്ങൾ വായിക്കുക, എങ്ങനെയെങ്കിലും ഇംഗ്ലീഷ് നിങ്ങൾ മാസ്റ്റർ ചെയ്യണം. പക്ഷേ ഇംഗ്ലീഷ് എങ്ങനെ എളുപ്പം പഠിക്കാമെന്നതിനെക്കുറിച്ച് നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യും, അത് കാത്തിരിക്കുക. അപ്പം ഇംഗ്ലീഷും ആയി, സ്കൂൾ ലൈഫ് അത്യാവശ്യം വിദ്യാഭ്യാസമായി. പിന്നെ നിങ്ങൾ എന്താ വേണ്ടത്? നല്ല ടെക്നോളജിയുള്ള സ്നേഹം വേണം. ടെക്നോളജി ഇപ്പോൾ വരുന്ന ന്യൂസുകളൊക്കെ വായിക്കുമ്പോഴത്തേക്ക് ഒരു സ്മാർട്ട് ഫോൺ ഇറങ്ങിയാൽ, അല്ലെങ്കിൽ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം അറിയാലോ, അല്ലെങ്കിൽ ഒരു പുതിയൊരു ടെക്നോളജി ലോഞ്ച് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് ഒരു ചെറിയൊരു അവയർനെസ് എങ്കിലും നിങ്ങൾ കീപ്പ് ചെയ്യണം. കാരണം ഈ ലോകത്തോട് നടക്കുന്ന എല്ലാ ജോലി ഓപ്പർച്യൂണിറ്റികളും ടെക്നോളജിയായിട്ട് വളരെയധികം കണക്ട് ചെയ്തിരിക്കുന്നു. മനസ്സിലായി? അപ്പോൾ ടെക്നോളജിയിൽ എപ്പോഴും നിങ്ങൾ അപ്ഡേറ്റ് ആയിരിക്കണം. അതിനെക്കുറിച്ച് കുറച്ചെങ്കിലും ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് വേണം. മൂന്നാമത്തത്. നാലാമത് പറയുമ്പോഴത്തേക്കാണ് ഒരു കമ്പ്യൂട്ടർ വേണം, അല്ലെങ്കിൽ ലാപ്ടോപ്പ് വേണം, ഒരു സ്റ്റേബിൾ ഇൻ്റർനെറ്റ് കണക്ഷൻ വിത്ത് പവർ ബാക്കപ്പ്, ആ ഒരു നോയിസ് ക്യാൻസലേഷൻ ഹെഡ്സെറ്റും അതിന് കൂടെ വേണം. ഒരു ലാപ്ടോപ്പ്, ഒരു പവർ ബാക്കപ്പ് അല്ലെങ്കിൽ UPS വേണം, പിന്നെ ഒരു വയേർഡ് അല്ലെങ്കിൽ വൈഫൈ ബ്രോഡ്ബാൻഡ് കണക്ഷൻ, പിന്നെ ഒരു നോയിസ് ക്യാൻസലേഷനുള്ള വയേർഡ് വയർലെസ് ആയിട്ടുള്ള ഹെഡ്സെറ്റ്. ആ സെറ്റപ്പ് ഞാനിപ്പോൾ കാണിക്കാം. നമ്മുടെ എല്ലാ കാര്യങ്ങളുമായി. പിന്നെന്താ വേണ്ടത്? ജോലി വേണം. ജോലിയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ആ ജോലി എവിടെ നിന്ന് കണ്ടുപിടിക്കാം, എങ്ങനെ കണ്ടുപിടിക്കാം, ഏതൊക്കെ സോഴ്സിൽ നിന്ന് കണ്ടുപിടിക്കാം, ഏതൊക്കെ ടൈപ്പ് ജോലികളുണ്ട്, എങ്ങനെയൊക്കെ നമുക്ക് എളുപ്പത്തിൽ അപ്ലൈ ചെയ്യാം എന്നതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. ജോലി നമ്മൾ കണ്ടുപിടിച്ചു. ഇനി എന്താ വേണ്ടത്? ഏതൊരു ജോലിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. ക്വാളിഫിക്കേഷനും മാങ്ങ തേങ്ങ ഒന്നുമല്ല. ഒരു ഫസ്റ്റ് ഇംപ്രഷൻ നിങ്ങളൊരു റിമോട്ട് വർക്കിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഒരു കാൻഡിഡേറ്റ്, ഒരു HR ഹയറിംഗ് മാനേജർക്ക് ഉണ്ടാക്കിയെടുക്കുന്ന 2 സാധനങ്ങളുണ്ട്. എന്താ പറയാൻ പറ്റുമോ? അത് തന്നെ ഒരു കരിക്കുലം വിറ്റ്, അല്ലെങ്കിൽ റെസ്യൂമെ, അല്ലെങ്കിൽ ബയോഡേറ്റ. ആ സാധനം വേണം. പണ്ട് നിങ്ങൾ SLC കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ +2 കഴിഞ്ഞപ്പോഴത്തേക്ക് മറ്റേ പാർട്ട് ടൈം ജോലി പോകാനുണ്ടാക്കിയ സാധനമല്ല. ATS കോമ്പാറ്റിബിൾ അല്ല. ATS എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ ട്രാക്കിംഗ് സിസ്റ്റം. അതായത് മിക്കവാറും എല്ലാ HR-മാരും കമ്പനികൾ ഉപയോഗിക്കുന്ന ഈ പ്രൊഫൈൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ആപ്ലിക്കേഷൻ ട്രാക്കിംഗ് സിസ്റ്റം. അത് പലതരത്തിലുണ്ട്, പല പേരുകളുണ്ട്. ഈ ആപ്ലിക്കേഷൻ ട്രാക്കിംഗ് സിസ്റ്റം കോമ്പാറ്റിബിൾ ആയിട്ടുള്ള ഒരു റെസ്യൂമെ ഫോർമാറ്റിൽ നിങ്ങളുടെ റെസ്യൂമെ തയ്യാറാക്കണം. അതിൻ്റെ കൂടെ തന്നെ ഏത് ജോലിക്കാണോ അപ്ലൈ ചെയ്യുന്നത് ആ ജോലിക്ക് വേണ്ടി പ്രത്യേകം ടൈലർ ചെയ്ത ഒരു കവർ ലെറ്ററും. ഇപ്പം ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് ഒരു റോളിൽ അപ്ലൈ ചെയ്യുന്നു. ആ റോളിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്തൊക്കെ ചെയ്തു എന്നാണ് അവർക്കറിയേണ്ടത്. ഡിജിറ്റൽ മാർക്കറ്റിംഗായിട്ട് ഇതിനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന എക്സ്പീരിയൻസ് എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടത്. ഞാൻ കാരണം ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഏതെങ്കിലും കമ്പനിക്ക് ഉണ്ടായ പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങളെക്കുറിച്ചാണ് ആ ഹയർ ചെയ്യുന്ന ആൾക്കാർ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഞാൻ ഡിജിറ്റൽ മാർക്കറ്ററായിട്ട് വർക്ക് ചെയ്തു 3 വർഷം, ഇത്ര ഡേറ്റ് വരെ, സ്ഥലം കൊച്ചി, തൃശ്ശൂർ, അതല്ല. നിങ്ങൾ എന്ത് ചെയ്തു ആ സ്ഥാപനത്തിന് വേണ്ടിയിട്ട്? കൺവേർഷൻ റേറ്റ് ഇൻക്രീസ് ചെയ്തോ, ബൗൺസ് റേറ്റ് കുറച്ചോ, അല്ലെന്നുണ്ടെങ്കിൽ മാർക്കറ്റിംഗ് എക്സ്പെൻഡിച്ചർ കുറച്ചോ, കണ്ടൻറ്റ് പർച്ചേസ് കുറച്ചോ, അങ്ങനെ ആ സ്ഥാപനത്തിൽ നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റർ ആയതുകൊണ്ട് എന്തൊക്കെ നേട്ടം ഉണ്ടായി? അടുത്തൊരു ഉദാഹരണം, ഇപ്പം കസ്റ്റമർ സപ്പോർട്ടാണെങ്കിൽ നിങ്ങൾ കസ്റ്റമർ സപ്പോർട്ടിൽ 3 വർഷം വർക്ക് ചെയ്തു. അപ്പോൾ ആ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുമ്പം നിങ്ങൾ കസ്റ്റമർ സപ്പോർട്ടിൽ ഉണ്ടായതുകൊണ്ട് ആ സ്ഥാപനത്തിൽ ഉണ്ടായ നേട്ടം എന്താണ്? 3 വർഷം നിങ്ങൾ കസ്റ്റമർ സപ്പോർട്ടിൽ വർക്ക് ചെയ്തു. അവിടെ എത്ര കോൺടാക്റ്റ് നിങ്ങൾ ഹാൻഡിൽ ചെയ്തു? നിങ്ങളുടെ CES സ്കോർ എത്രയാണ്? കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ സർവേ സ്കോർ എത്രയാണ്? നിങ്ങളുടെ ആവറേജ് ഹാൻഡ്ലിംഗ് ടൈം എത്രയൊക്കെയാണ്? എത്രയൊക്കെ കോൺടാക്റ്റ് നിങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റും? ഏതൊക്കെ മീഡിയമാണ്? ഇമെയിലാണോ, ചാറ്റാണോ, ഫോൺ കോളാണോ? അപ്പോൾ നിങ്ങളുടെ ജോലി കൊണ്ട് നിങ്ങളുടെ പ്രീവിയസ് ഓർഗനൈസേഷൻ അല്ലെ കമ്പനിക്കുണ്ടായ നേട്ടങ്ങളാണ് നിങ്ങളുടെ ബയോഡേറ്റയിൽ റിഫ്ലക്റ്റ് ചെയ്യേണ്ടത്. അത് തന്നെ കവർ ലെറ്ററിൽ കുറച്ചുകൂടെ പേഴ്സണലാകും. നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്തൊക്കെയാണെന്നും നിങ്ങളുടെ ഫ്യൂച്ചർ അംബീഷനെ കുറിച്ചൊന്നും ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് എഴുതില്ലെങ്കിൽ പോലും നിങ്ങളുടെ ഒരു പെർസ്പെക്റ്റീവൊക്കെ കവർ ലെറ്ററിൽ വരാം. അപ്പോൾ ഇത്ര സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഒന്ന് റീക്യാപ്പ് ചെയ്യാം. +2 വരെയുള്ള വിദ്യാഭ്യാസം, ഇംഗ്ലീഷ് ലാംഗ്വേജ്, കമ്പ്യൂട്ടർ, ഇൻ്റർനെറ്റ് കണക്ഷൻ, ഹെഡ്സെറ്റ്. ഓക്കെ. പിന്നെ എന്താ നമ്മൾ പറഞ്ഞത്? പിന്നെ ജോലി കണ്ടുപിടിക്കുക. അത് കഴിഞ്ഞാണ് നമ്മൾ റെസ്യൂമെയും കവർ ലെറ്ററും. ഇത്ര ആയിക്കഴിഞ്ഞാൽ ഒരു റിമോട്ട് വർക്ക് കണ്ടുപിടിക്കാനുള്ള ഫുൾ സെറ്റപ്പ് നിങ്ങൾക്കായി.
അപ്പോൾ ഇതില്ലാത്തവർ 1 by 1 ആയിട്ട് എല്ലാം സെറ്റ് ചെയ്യുക. റെസ്യൂമെയും കവർ ലെറ്റർ എങ്ങനെ ഉണ്ടാക്കണമെന്ന് അടുത്ത വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ അടുത്ത വീഡിയോയിൽ എങ്ങനെ എളുപ്പത്തിൽ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനും ഉള്ള സ്കില്ല് സ്വായത്തമാക്കാമെന്നും കൂടെ ഞാൻ ചർച്ച ചെയ്യും. അപ്പം ഇതുവരെ സപ്പോർട്ട് ചെയ്യുന്നതിന് വളരെ നന്ദി. തുടർന്ന് ഇതുപോലുള്ള വീഡിയോ ആയിട്ട് ഞാൻ വരും. അപ്പം ഓൾ ദ ബെസ്റ്റ് ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ജോലി ഇല്ലാത്തവർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. ബൈ.